പാറൂസ് വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മധുരം ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ക്രിസ്മസും ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേക്ക് തിന്നുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മധുരം ഒട്ടും തന്നെ ചേർക്കാത്ത ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ ഒട്ടും തന്നെ ബ്രൗൺ ഷുഗറോ ശർക്കരയോ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. എന്ന റെസിപ്പിയിലോട്ട് പോകാം. അതിനായിട്ട് 1 കപ്പ് മൈദ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, ഒരല്പം ഉപ്പും, ഒരു 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതും ചേർത്ത് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 2 ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തതാണ്. പിന്നെ കുറച്ച് ഈത്തപ്പഴവും ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് പാൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സാണ്. നമുക്ക് ഇതിൽ നട്ട്സ് എത്ര വേണമെങ്കിലും ചേർക്കാം. കാരണം ഇതിടുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ മധുരം ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിൽ നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ക്യാരറ്റിലോട്ട് ബദാമും കാഷ്യൂ നട്ട്സും കൂടെ പൊടിച്ചത് ഒന്ന് ചേർക്കാം. പിന്നെ ഈത്തപ്പഴം ടൂട്ടി ഫ്രൂട്ടിയും ഒരല്പം മൈദയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതൊരു 1/2 കിലോ കേക്കിൻ്റെ റെസിപ്പിയുടെ അളവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ടൂട്ടി ഫ്രൂട്ടിയും പാലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലോട്ട് ഒരു 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഒരടപ്പ് വാനില എസൻസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവാകണം. നമ്മൾ മധുരം ചേർക്കുന്നില്ലല്ലോ. മധുരം ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ചേർക്കേണ്ടത്. അതിന് പകരം ഞാൻ ഒരു 1/4 കപ്പ് ഉരുക്കിയ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റായി വരുമ്പോൾ നമുക്കിതിലോട്ട് ക്യാരറ്റും ഈത്തപ്പഴവും ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം മിക്സ് ചെയ്ത് മാറ്റി വെച്ചത് അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കാരണം ഇതിൽ നിന്നൊക്കെ വരുന്നൊരു മധുരം മാത്രമേ ഈ കേക്കിന് വരുന്നുള്ളൂ. ഇത് 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരുമിച്ച് ഇടണ്ട. ഇതിപ്പോൾ ലാസ്റ്റത്തെ ബാച്ചിനായിട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ പഞ്ചസാര ഇതിൽ ചേർക്കാത്തതുകൊണ്ട് ഈ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് വരുന്നത്. ഇനി അരിച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്കിതിലോട്ട് കുറച്ചിട്ട് ഇതുപോലെ ബീറ്റർ വെച്ച് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ എടുത്തപ്പോൾ ഇതുപോലെ കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് തിളച്ച നല്ല ചൂടുള്ള വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിന് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് തീരെ ലൂസാക്കി എടുക്കണ്ട. ഈ ഒരു പരുവം മതി. ഒരു 6 ഇഞ്ച് ട്രേ ഞാൻ ഇതുപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിങ്ങനെ മിശ്രിതം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഒത്തിരി അങ്ങ് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ലെവലാക്കി കൊടുത്താൽ മാത്രം മതി. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് ഇതൊരു 35 മിനിറ്റോളം വയ്ക്കണം. പിന്നെ ഇടയ്ക്കും തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ സമയം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കുറച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ ഇഡലി തട്ട് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ഇതൊരു 3/4 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. 3/4 മണിക്കൂർ കൊണ്ടായിട്ടില്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വയ്ക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മധുരം ഇല്ലാത്ത ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഷുഗർ ഇല്ലാത്തവർ ഇനി ഒട്ടും വിഷമിക്കേണ്ട. അവരിതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.